നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. യുദ്ധക്കുപ്പായവും ബാലിസ്റ്റിക് ഹെൽമറ്റും ധരിച്ച് നെതന്യാഹു ഗസയിൽ. യുദ്ധം അവസാനിക്കുന്നതോടെ ഹമാസ് ഇനിയൊരിക്കലും തിരിച്ചു വരില്ല എന്ന് നെതന്യാഹു. ഗസയിൽ അപൂർവ സന്ദർശനം നടത്തുകയായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി. ഇസ്രായേലിൻ്റെ സായുധസേന ഹമാസിന്റെ സൈനിക ശേഷി പൂർണ്ണമായി തകർത്തുവെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഹമാസിനെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യുമെന്ന തന്റെ ശപഥം ഒരിക്കൽ കൂടി ഗാസ മണ്ണിൽ വെച്ച് അദ്ദേഹം പുതുക്കി. ഗസയിൽ കാണാതായ 101 ഇസ്രായേലി ബന്ദികൾക്കായുള്ള തിരച്ചിൽ തുടരുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ആ ബന്ദികളെ തങ്ങൾ കണ്ടെടുക്കും. ബന്ദികളാക്കപ്പെട്ട ഓരോ ഇസ്രയേലികളെ വിട്ടയച്ചാൽ അവർക്ക് $50 ലക്ഷം പാരിതോഷികം നൽകുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇസ്രയേലികളായ ബന്ദികളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവരുടെ തലയിൽ ചോര പടരും. അവരെ തങ്ങൾ വേട്ടയാടി പിടികൂടും. ഏത് മടയിലൊളിച്ചാലും അവരെ ഇസ്രായേൽ സേന കണ്ടെത്തും. ഗാസ മുനമ്പിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ കരയിലെ പ്രവർത്തനങ്ങൾ നേരിട്ട് നിരീക്ഷിക്കാനാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി അവിടെ എത്തിയത്. പ്രതിരോധ മന്ത്രിയും കരസേനാ മേധാവിയും അദ്ദേഹത്തെ അനുഗമിച്ചു. ഇസ്രായേൽ സൈന്യം തങ്ങളുടെ സാന്നിധ്യം ശക്തമാക്കിയ നസ്ലരീം ഇടനാഴി അദ്ദേഹം സന്ദർശിച്ചു. ഹമാസ് തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യുന്നതുവരെ തങ്ങളുടെ യുദ്ധം തുടരുമെന്നാണ് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം. മേഖലയിലെ ഇസ്രായേൽ സൈനിക ക്യാമ്പുകൾ അദ്ദേഹം സന്ദർശിച്ചു. ഗാസ മുനമ്പിലെ ഇസ്രായേൽ സേനയുടെ മുന്നേറ്റം ഏറ്റവും ശക്തമായ തലത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനം. ഇത് സേനയ്ക്ക് കൂടുതൽ കരുത്തു പകരും. മറുവശത്ത് ഹമാസ് പൂർണ്ണമായി ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് ലോകത്തിന് മുന്നിൽ. യഹ്യ സിൻവറെ വധിച്ചതിലൂടെ ഹമാസിനെ പൂർണ്ണമായി നിർവീര്യമാക്കാൻ ഇസ്രായേൽ സേനയ്ക്ക് കഴിഞ്ഞിരുന്നു. പിന്നാലെ ഹമാസിന്റെ രാഷ്ട്രീയ നേതാക്കളെ ഖത്തർ അവിടെ നിന്നൊഴിവാക്കി. തങ്ങളുടെ മണ്ണിൽ ഇനി ഹമാസ് നേതാക്കൾ ഉണ്ടാവരുത് എന്ന് ഖത്തർ ശക്തമായ ഭാഷയിലാണ് മുന്നറിയിപ്പ് നൽകിയത്. തുടർന്ന് ഹമാസിന്റെ നയതന്ത്ര കാര്യാലയവും അവർ പൂട്ടി. തുടർന്ന് ഹമാസ് നേതാക്കൾ അഭയം തേടിയത് തുർക്കിയിലാണ്. എന്നാൽ തുർക്കിക്ക് നേരെ ഇപ്പോൾ ശക്തമായ മുന്നറിയിപ്പാണ് അമേരിക്ക നൽകിയിരിക്കുന്നത്. ഹമാസുമായി യാതൊരുവിധ ഇടപാടുകൾക്കും തുർക്കി ശ്രമിക്കരുത് എന്ന് അമേരിക്ക പറഞ്ഞു കഴിഞ്ഞു. നാറ്റോ സഖ്യരാജ്യമാണ് തുർക്കി. നാറ്റോ സഖ്യരാജ്യങ്ങൾ കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട് ഹമാസിൻ്റെ കാര്യത്തിൽ. ഹമാസിനെ ഒരു ഭീകര സംഘടനയായി അമേരിക്ക പട്ടികയിൽപ്പെടുത്തിയിട്ടുമുണ്ട്. ഇത്തരമൊരു ഘട്ടത്തിൽ ഭീകര സംഘടനയുടെ നേതാക്കൾക്ക് അഭയം നൽകാൻ തുർക്കി ശ്രമിക്കരുത്. അമേരിക്കയുടെ മുന്നറിയിപ്പിനെ തുടർന്ന് തുർക്കി തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി. ഹമാസിന് തങ്ങളുടെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് ഈ മണ്ണ് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് തുർക്കി വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ ഹമാസ് നേതാക്കളുമായി നിരവധി കൂടിക്കാഴ്ചകൾ തുർക്കി ഭരണകൂടം നടത്തിയിരുന്നു. എർദോഗൻ നേരിട്ട് പോലും. 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ക്രൂരമായ ആക്രമണം നടത്തുമ്പോൾ ഹമാസിന്റെ നേതാവ് ഇസ്മയിൽ ഹനിയ തുർക്കിയിലായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതിനെതിരെ ശക്തമായ ഭാഷയിലാണ് അന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയത്. അന്നും അമേരിക്ക തുർക്കിയോട് ചില കാര്യങ്ങൾ വെട്ടിത്തുറന്നു പറഞ്ഞു. ഒരു വശത്ത് നാറ്റോ സഖ്യരാജ്യങ്ങൾക്കൊപ്പം നിലകൊള്ളുകയും അമേരിക്കയുടെ സഖ്യരാജ്യമായി അറിയപ്പെടുകയും ചെയ്യുന്ന തുർക്കി അമേരിക്കയുടെ ശത്രുവായ ഹമാസിനെ ഒപ്പം കൂട്ടരുത്. ഹമാസിൻ്റെ നേതാക്കൾക്ക് നിങ്ങൾ അഭയം നൽകരുത്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ തുർക്കിയും ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഒരുവിധ രാഷ്ട്രീയ അഭയവും ഹമാസ് നേതാക്കൾക്ക് തുർക്കി കൊടുക്കില്ല എന്ന് പ്രസിഡന്റ് എർദോഗൻ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സന്ദർശനത്തോടെ ഗാസ മുനമ്പ് പൂർണ്ണമായി ഇസ്രായേലിൻ്റെ കൈപ്പിടിയിലൊതുക്കി. ഇനി പലസ്തീൻ എന്നുള്ള രാജ്യസങ്കല്പം എങ്ങനെയായിരിക്കുമെന്ന് ഇസ്രായേൽ നിർവചിക്കും. പലസ്തീൻ ഭരിക്കാൻ ഒരു കാരണവശാലും ഇനി ഹമാസിനെ അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി. അതുതന്നെയാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നതും. ഗാസ മുനമ്പിൽ മറ്റൊരു ഭരണകൂടം വരികയാണെങ്കിൽ അതിൽ ഹമാസ് ഉണ്ടാവരുത് എന്ന് ഇസ്രായേൽ ശഠിക്കുന്നു. ജനാധിപത്യ ഭരണക്രമത്തിലേക്ക് ഗാസ മുനമ്പിനെ കൈപിടിച്ചുയർത്താൻ തങ്ങൾ തയ്യാറാണ്. എന്നാൽ ഹമാസ് ഒരിക്കലും ഭരണകൂട പ്രവർത്തനങ്ങളിലേക്ക് ഇനി കടക്കാൻ പാടില്ല. ഒരു സായുധ സേനയായി ഗാസ മുനമ്പിൽ അവർ നിലകൊള്ളാനും പാടില്ല. ശക്തമായ നിലപാട് തന്നെയാണ് ഇസ്രായേൽ സ്വീകരിച്ചിരിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു തന്നെ ഗാസ മുനമ്പിലെത്തി തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുന്നു. ഹമാസ് പൂർണ്ണമായും ലോകരാജ്യങ്ങൾക്കിടയിൽ ഒറ്റപ്പെടുന്ന കാഴ്ചയാണ്. ഹമാസിന് പിന്തുണയും ആയുധങ്ങളും പണവും എത്തിച്ചിരുന്ന ഇറാൻ നിശബ്ദമാണ്. ഇറാൻ പരമോന്നത നേതാവ് അലി ഖമനേയുടെ ഇപ്പോഴത്തെ ആരോഗ്യ സ്ഥിതി തന്നെയാണ് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുന്നത്. ഖത്തർ അല്ലെങ്കിൽ തുർക്കി തങ്ങൾക്കൊപ്പമുണ്ടാകും എന്ന പ്രതീക്ഷയും ഹമാസിന് അസ്തമിച്ചിരിക്കുന്നു. ഗസയിലെ ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് തുർക്കി ഇസ്രായേൽ ബന്ധം പൂർണ്ണമായി വഷളായിരുന്നു.
ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാടെടുക്കുമെന്ന് നേരത്തെ എർദോഗനും വ്യക്തമാക്കിയിരുന്നു. COP29 കാലാവസ്ഥാ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ അസർബൈജാൻ തലസ്ഥാനമായ ബാക്കുവിലേക്ക് നേരത്തെ ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർഗോവിന് പോകേണ്ടിയിരുന്നു. തുർക്കിയുടെ വ്യോമാതിർത്തിയിലൂടെ തങ്ങളുടെ പ്രസിഡന്റിന് സഞ്ചരിക്കാനുള്ള അനുവാദം തേടിയിരുന്നു ഇസ്രായേൽ തുർക്കിയോട്. എന്നാൽ തുർക്കി തങ്ങളുടെ വ്യോമാതിർത്തി മുറിച്ചു കടക്കാൻ ഇസ്രായേൽ പ്രസിഡന്റിനെ അനുവദിച്ചില്ല. അനുമതി നിഷേധിച്ച കാര്യം തുർക്കി തന്നെ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തു. ഇതോടെ തുർക്കി ഇസ്രായേൽ ബന്ധം പൂർണ്ണമായും വഷളായിരുന്നു. അമേരിക്കയുടെ ശക്തമായ മുന്നറിയിപ്പിനെ തുടർന്ന് ഇപ്പോൾ തുർക്കി നിലപാട് മാറ്റി എങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്: ഹമാസ് പൂർണ്ണമായി ഒറ്റപ്പെടുന്ന കാഴ്ച. അതുകൊണ്ട് തന്നെ ഒരു അടിയന്തര വെടിനിർത്തലിനായി ഹമാസ് ആഗ്രഹിക്കുന്നു എന്ന വാർത്തകളും പുറത്തു വരുന്നു. UN മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രമേയമുണ്ട്. ആ പ്രമേയത്തിൽ മറ്റൊരു ഉപാധികളുമില്ലാതെ ഹമാസ് ബന്ദികളെ വിട്ടയക്കണമെന്നും ഇസ്രായേൽ അടിയന്തരമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെടുന്നു. പ്രമേയം പാസ്സാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പില്ല. എങ്കിലും ഇസ്രായേൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുന്നു. ഗാസ മുനമ്പിലെ തങ്ങളുടെ ജോലി ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല. അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പറയുന്നത് അതുതന്നെയാണ്. ഞാൻ അധികാരത്തിലേറുന്നതിന് മുൻപ് ഗാസ മുനമ്പിലെ ജോലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അങ്ങ് തീർത്തേക്കണം. ജനുവരി 20 മുൻപ് ബന്ദികളെ പൂർണ്ണമായി മോചിപ്പിക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഗാസ മുനമ്പിൽ ഇനി ഇസ്രായേൽ സേന കയറി നിരങ്ങും എന്നതിൽ മാറ്റമില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.